ചേട്ടാ, ഇലക്ഷൻ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തൊരു സമയമാണ്. മുന്നണികളെല്ലാം തിരക്കിട്ട് ഇലക്ഷൻ ചൂടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏകദേശം എല്ലാം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. ഇനി കാണേണ്ടത് ഇലക്ഷൻ കളം തന്നെയാണ്. എന്താണ് ഭരണമാറ്റത്തിൽ നടത്താൻ പോകുന്ന സർപ്രൈസുകൾ, അതേപോലെ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷമാകുന്ന കോൺഗ്രസിന് വലിയ സാധ്യതയാണ് നിലവിൽ കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിൽ എന്തായിരിക്കാം ആ ഒരു തെരഞ്ഞെടുപ്പ്? ആതിര പറഞ്ഞു നിർത്തിയിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അതായത് ഒരു വളരെ വലിയ സാധ്യതയാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഇരുട്ടുന്നത് വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുടവിട്ടുടയ്ക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് കാണിക്കരുത് എന്നിപ്പോൾ പൊതുസമൂഹം തലയിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് അവസാനം ഈ ഐക്യമില്ലായ്മ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കെ സുധാകരൻ എന്ന ജനകീയനായ നേതാവ് കണ്ണൂർ മത്സരിക്കണമെന്ന് ഈ കേരളത്തിലെ മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാൾ ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്ന സണ്ണി ജോസഫ് ആയിരുന്നാലും, ഡൽഹിയിലേക്ക് ചർച്ചയ്ക്ക് പോയിരിക്കുവാണ്, സണ്ണി ജോസഫ് ആയാലും വി ഡി സതീശനായിരുന്നാലും ബാക്കി ആരൊക്കെ ആയിരുന്നാലും അവരെക്കാളുമൊക്കെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് കെ സുധാകരനെ. ആ പൊതു സമൂഹത്തിൻ്റെ ആഗ്രഹം AICC വിശിഷ്യ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കെ സുധാകരൻ്റെ പേര് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതല്ല. കെ സുധാകരൻ എങ്ങനെയാണ് KPCCയുടെ പടി ഇറങ്ങിയത് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. അദ്ദേഹം വളരെ ഭംഗിയായി KPCC പ്രസിഡന്റ് പദവി കൊണ്ടുപോയ ഒരാളാണ്. ഈ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് സീറ്റാണ്. ആ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ദിരാഭവൻ KPCC ഓഫീസിൽ അവിടുന്ന് വളരെ സങ്കടത്തോടെ ഇറങ്ങിപ്പോയിട്ടുള്ള പാർട്ടി പ്രസിഡന്റുമാരെ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? എൻ്റെ അറിവിൽ വയലാർ രവി മുതൽ എന്തിനാ പറഞ്ഞ CV പത്മരാജൻ, വയലാർ രവിക്ക് മുമ്പ് CV പത്മരാജൻ, വയലാർ രവി, പിന്നീട് AK ആൻ്റണിയും വയലാർ രവിയും തമ്മിലൊരു മത്സരം നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് കരുണാകരൻ്റെ ബുദ്ധിയായിരുന്നു അന്ന് വരെ ആൻ്റണിക്കൊപ്പം നിന്ന വയലാർ രവിയെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. അങ്ങനെ രണ്ടുപേരെ തമ്മിൽ പിണക്കിച്ചാണ് സ്ഥാനാർത്ഥികളാക്കുന്നത്. AK ആൻ്റണിയെ തോൽപ്പിച്ചാണ് വയലാർ രവി KPCC പ്രസിഡന്റ് ആകുന്നത്. അതുപോലെ അതിനൊരു ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പിന്നെ അതുപോലെ തെന്നല ബാലകൃഷ്ണപിള്ള വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ AICCയിൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തിരുന്നു, താങ്കൾക്ക് കേരളത്തിൽ മത്സരിക്കാനുള്ളൊരു അവസരം ഞങ്ങൾ തരുമെന്ന്. അപ്പോൾ ആ ഒരു സമയം ആദ്യം ഒന്ന് ഓർത്ത് നോക്കി, അദ്ദേഹം പോയ ആ ഒരു ടൈമിലുണ്ടായ ഒരു സർക്കംസ്റ്റാൻസസ്. അദ്ദേഹം പടിയിറങ്ങിയതൊക്കെ എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ KPCCക്ക് അകത്തുണ്ടായിരുന്ന ഒരു പ്രധാന വിഷയങ്ങളായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കാണുന്നത് സുധാകരൻ ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിക്കുന്നത്, അല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുന്നതുമാണ്. അന്നും ഒരുപാട് ഇത്തരത്തിലുള്ള വിവിധ അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് സുധാകരനെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്, പാർലമെന്റിലേക്ക് എന്തിനാണ് മത്സരിപ്പിക്കുന്നത്, അടുത്ത നിയമസഭ അല്ലെങ്കിൽ അടുത്ത നിയമസഭ വരാനിരിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്കും അവിടത്തേക്ക് പോരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അഭ്യൂഹം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധാകരൻ ഉറപ്പായിട്ടും നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടാവും, അതേപോലെ അതൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും, കണ്ണൂരിൽ നിന്ന് തന്നെയായിരിക്കും സുധാകരന്റെ മത്സരം. പിന്നീടാണ് ഈ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ വരുന്നത്, MP-മാരൊന്നും മത്സര രംഗത്തേക്ക് പാടില്ല. പക്ഷെ സുധാകരനെ അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റില്ല. സുധാകരൻ കൃത്യമായി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് മത്സര രംഗത്തേക്ക് അല്ലെങ്കിൽ വരാനുള്ള യോഗ്യതയുണ്ട്, അതേപോലെ തന്നെ വന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ MP-മാരൊക്കെ മത്സരിക്കണ്ടേന്നുള്ള തീരുമാനമൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ തനിക്ക് മത്സരിക്കണം, അത് തന്റെ തീരുമാനമാണ്. കാരണം അതിനുള്ള ഏറ്റവും യോഗ്യതയുള്ള ഒരാളാണ് സുധാകരൻ എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ KPCC ഇറങ്ങുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ആ ഉറപ്പ് പാലിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഒരു നിലയ്ക്ക് ഇദ്ദേഹം ഇപ്പൊ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വിജയം തന്നെയായിരിക്കും സുധാകരൻ അവിടെ ഉണ്ടാകാം. സുധാകരന് മാത്രമല്ല, കേരളത്തിൽ അതിൻ്റെ ഒരു ഓളം സാധാരണ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നേതാക്കളേ ഉള്ളൂ, എവിടെ നോക്കിയാലും നേതാക്കളേ ഉള്ളൂ. നേതാക്കളുടെ ബാഹുല്യം കാരണം നമുക്ക് കാല് തെറ്റി നടക്കാൻ വയ്യ എന്നൊരു തമാശ പറയും. വെച്ചാൽ
ഈ പറയുന്ന രീതിയിൽ കെ സുധാകരൻ മത്സരിച്ചാൽ അതിന്റെ ഒരു ഓളം കേരളത്തിൽ ഉടനീളം ഉണ്ടാകും. ഒരു കോമ്പറ്റീഷൻ ആ ഒരു അതെ. മണ്ഡലങ്ങളിലേക്കും കിട്ടാനുള്ള ഒരു രീതിയുണ്ട്. അതേപോലെ കോൺഗ്രസ് ഓൺ ട്രാക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈ ത്രികോണ പോരാട്ടങ്ങളൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെയാണ് ഇവിടെ ഒരു മത്സരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു മത്സരമുണ്ട് എന്നൊരു തോന്നലുണ്ട്. ആ തോന്നൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തുക. അതേപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ അണികളും ഒരേപോലെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരും. അല്ലാതെ ചില മണ്ഡലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടോന്ന് പോലും നമുക്ക് തോന്നിച്ചു പോകും. കാരണം പ്രവർത്തനങ്ങളില്ല, പ്രത്യേകിച്ച് അണികളെ കാണുന്നില്ല, സ്ഥാനാർത്ഥികളുടെ പ്രചരണം കാണുന്നില്ല, അല്ലെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോവില്ല. സുധാകരൻ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ആയിരിക്കാം നേതൃത്വം തന്നെ തുടക്കം കണ്ണൂരിൽ നിന്ന് തുടങ്ങി തലസ്ഥാനം വരെ എത്തി അത് ഓരോ വിഭാഗവുമായി അല്ലെങ്കിൽ തിരിച്ചു കൊടുത്ത് MP-മാരുടെയും മുൻ MLA-മാരുടെയും സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും എല്ലാം ഒരു വൻ പ്രവർത്തനം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം നിലവിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. ഒരുപാട് പേര് സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. സുധാകരൻ ഉറപ്പായിട്ടും മത്സര രംഗത്തേക്ക് വരണം. അത് കണ്ണൂരുകാർ മാത്രമൊന്നുമല്ല, എല്ലാ കേരളത്തിൽ ഉടനീളം സാധാരണ പാർട്ടി പ്രവർത്തകർ ആവേശത്തിലാണ് അദ്ദേഹം മത്സരിക്കണം. പിന്നീട് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉരുണ്ടുകൂടി വരുന്നതിന്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥ കൂടി ഉണ്ട് എന്ന് നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും. അതിൽ ഓർക്കുന്നുണ്ട്, ശശി തരൂര് കോൺഗ്രസ് വിട്ട് പോകുന്നു എന്നൊരു അഭ്യൂഹം. AICC-യുമായി അദ്ദേഹം അകലുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ അഭ്യൂഹം കുറെ കാലമായി നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹം ലോക്സഭയിലേക്ക് വരുന്നതിന് മുൻപും കേട്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അദ്ദേഹം MP ആയി കഴിഞ്ഞതിന് ശേഷം കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ആദരിക്കറിയാവോ? അദ്ദേഹം ഒരു കാലിബറുള്ള ആളാണ്. അദ്ദേഹത്തിനുള്ള കഴിവ് എന്ന് പറയുന്നത് പെട്ടിതൂക്കിയുള്ള കഴിവല്ല. അപ്പോൾ പെട്ടിതൂക്കികൾക്ക് കഴിവുള്ളവരെ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സംസാരത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ഒരു വാർത്ത കേൾക്കുന്നു, ശശി തരൂർ CPM-ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വിദേശത്ത് ദുബായിലോ മറ്റോ ആണ് ഉള്ളത്. അദ്ദേഹം CPM-ന്റെ പ്രത്യേകിച്ച് വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ ദുബായിൽ വെച്ച് കാണുന്നു എന്നൊരു വാർത്ത ഒരു ഞായറാഴ്ചയാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. നമ്മൾ ഈ വാർത്തകളുടെ പുറകെ നിൽക്കുന്നവരായതുകൊണ്ട് ആ വാർത്ത ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഇപ്പോൾ KG കമലേഷാണ് വാർത്ത അടിച്ചതാണ് എൻ്റെ ഓർമ്മ. അവിടെ മുതൽ ട്വിസ്റ്റ് ആരംഭിക്കുകയാണ്. അന്ന് വരെ ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ, പെട്ടിതൂക്കികളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂരിന് ഇന്നലെ വരെ കിട്ടാത്ത ഒരു പ്രോമിനൻസ് ഈ പാർട്ടിയിലുണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ശശി തരൂരാണ് ഈ പറയുന്ന ബിഹൈൻഡ് ദ കർട്ടൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കെ സുധാകരൻ വേണം എന്ന ആവശ്യത്തിന് പിന്നിൽ എന്നാണ് ഈ പറയുന്ന പോലെ പറയാതെ പറയുന്ന, അതായത് ഡൽഹിയിൽ നിന്നും അല്ലാതെയുമൊക്കെ കോൺഗ്രസ്സിലെ ചില കോൺഗ്രസിൻ്റെ ഉള്ളറകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്, മാധ്യമപ്രവർത്തകരും നമ്മളോട് ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ശശി തരൂർ ആണ് സുധാകരനെ മത്സരിപ്പിക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ചുമ്മയല്ല പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പൾസ് അറിയാം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വയ്ക്കും ശശി തരൂരിനും കൂടെ ഇനി മോഹമുണ്ടെന്ന്. ഒരിക്കലുമല്ല. ശശി തരൂരിന് ഇനി അങ്ങനെയുള്ളൊരു മോഹമില്ല. കോൺഗ്രസിൽ അദ്ദേഹം നിൽക്കണം എന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തീരുമാനിച്ചതാണ്. രാഹുൽ ഗാന്ധി വെറുതെ അല്ല, ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, അവരുടെ ആ ഒരു ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അങ്ങനെ നമ്മൾ ആ കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് തലക്കകത്ത് ആവശ്യത്തിലൊക്കെ മൂളയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ BJP-യിലേക്ക് അവർ വിടത്തില്ല. അപ്പോൾ തരൂരിൻ്റെ ഒരു അഡ്വൈസ് ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ കെ സുധാകരനെ ഉയർത്തി കാണിക്കൂ. കാര്യം ഇവിടെ പിണറായി വിജയനെ ഉയർത്തി കാണിച്ച് മുഖ്യമന്ത്രി ആക്കി കൊണ്ടുവന്ന സമയത്താണ് KPC പ്രസിഡന്റായി അന്ന് കെ സുധാകരൻ വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 1-2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെയുള്ള കോൺഗ്രസ്, ടീം കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു. അതിൽ ഒരു ഭരണത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിലാണ്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് കഴിവ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്ട്രാറ്റജി അല്ല ഈ പറയുന്ന എല്ലാ ജില്ലകളിലും 140 ജില്ലകളിലുമുള്ള നിയമസഭ വരുമ്പോഴത്തേക്കും ഒരു സ്ട്രാറ്റജിക്ക് മാറ്റം വരണം. അതേപോലെ നല്ലൊരു ഇലക്ഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്, നമ്മളുടെ മുഖ്യമന്ത്രി ഇതാണ്, നമ്മളുടെ ആഭ്യന്തരമന്ത്രി ഇതാണ്, ഇങ്ങനെ മുൻനിർത്തി തന്നെയാണ് നമുക്ക് പ്രചരണം മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ ശശി തരൂരിന്റെ മാത്രമായിട്ട് ഒരു ആഗ്രഹമായിരുന്നില്ല, ഇദ്ദേഹം ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇതിനു മുൻപ് തന്നെ ഈ തദ്ദേശത്തിന് മുൻപേ കെ സുധാകരന്റെ പേരുകൾ പല ജില്ലകളിൽ നിന്നും ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കണ്ണൂരുകാർ മാത്രമായിരുന്നില്ല. സുധാകരനെ മത്സര രംഗത്തേക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലോക്സഭയിലെ ആ ഒരു ഓളത്തിന് ശേഷമായിരിക്കാം വീണ്ടും നിയമസഭയിൽ അവരുടെ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ സുധാകരൻ ഓൺ ഫയർ, അല്ലെങ്കിൽ സുധാകരൻ ഓൺ സ്റ്റേജ് അവർക്ക് ജനങ്ങൾക്ക് ആവശ്യമാണ്. എന്തായാലും സുധാകരൻ മത്സരിക്കട്ടെ, അത് കണ്ണൂർ തന്നെ ആയിരിക്കട്ടെ, വൻ രീതിയിലുള്ള ഒരു പോരാട്ടം കാണാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മാറ്റം വരുന്ന രീതിയിൽ തന്നെ ഇലക്ഷൻ മുന്നോട്ട് പോകട്ടെ.
മുന്നണികൾ മാറി വരട്ടെ. എന്തായിരിക്കാം ഉണ്ടാകുന്നത് ഒരു എന്തായാലും ഭരണമാറ്റം ഉണ്ടാകട്ടെ. നമുക്ക് ഏപ്രിൽ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 9-ാം തീയതിയാണ് ആ ഒരു നിർണായക ദിവസം. ആ നിർണായക ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്കായി നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ കയ്യിലാണ് എന്തായാലും വോട്ടുകൾ ഉള്ളത്.